വേണ്ടിയിട്ടാണ് ഞാൻ ജിൻഡോ എന്ന് പറഞ്ഞു തീർക്കട്ടെ, ജിൻഡോ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ഇത് പറഞ്ഞു തുടങ്ങിയത് അങ്ങനെയാണ്. എന്ത് പ്രേക്ഷകരുടെ അഭിപ്രായം അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത് എന്നുള്ളത്. അതിനും ഇതിനും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞത്. പിന്നെ ഒരു ബേസിക് സാധനം തുടങ്ങേണ്ടത് ഏറ്റവും റൂട്ടിൽ നിന്നാണ്. അല്ലാതെ ഒറ്റയടിക്ക് പോയിട്ട് ഓക്കെ ഇത് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല. ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾ നിങ്ങൾക്ക് അസൈൻ ചെയ്ത ജോലികൾ ചെയ്യുന്ന സമയത്ത് മ്യൂച്വൽ നിങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ ഇങ്ങോട്ട് വിളിക്കണം എന്നല്ല, നിങ്ങൾ പരസ്പരം ഓരോ വ്യക്തികളും പേരിന്റെ കൂട്ടത്തിൽ പറഞ്ഞാൽ മതി. നമ്മളിപ്പോ ശരണി ചേച്ചി പറഞ്ഞു നമ്മള് ഫാമിലിയാണ്. ഫാമിലി എന്ന് പറഞ്ഞാൽ നമ്മള് വീട്ടിലെ അച്ഛന് അമ്മയെ ജോലി ചെയ്യുന്ന സാർ മാഡം എന്നൊന്നും അല്ല. നമ്മുടെ വർക്ക് പ്ലേസ് ഫാമിലി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്ത് വർക്ക് പ്ലേസ് ആണെങ്കിലും ഇപ്പൊ സാർ മാഡം എന്നുള്ളതല്ല റെസ്പെക്ട് എന്ന് പറയുന്നത്. റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പെരുമാറുന്ന രീതി, നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ്, അതാണ് നമ്മളുടെ റെസ്പെക്ട് എന്ന് പറയുന്നത്. കാരണം ഇപ്പൊ ഞാൻ സായി സാറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരാളുണ്ടില്ല, മോന് റെസ്പെക്ട് ഇല്ല. അപ്പൊ അങ്ങനത്തെ സാർ എന്ന വാക്കുണ്ട്, പക്ഷെ റെസ്പെക്ട് ഇല്ല. എക്സ്ട്രാ എലമെന്റ് എന്റെ അഭിപ്രായം, നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഒരാൾ പെരുമാറുന്ന രീതി ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് തോന്നുന്നെങ്കിൽ അത് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് അവന് ശിക്ഷ കൊടുക്കുന്നത്. സാറേ എന്നുള്ള വിളിക്കുള്ള ഡിസ്റെസ്പെക്ട് മനസ്സിലാക്കാൻ മാത്രം ബുദ്ധിയും ബോധവും പിന്നെ സാറിന്റെ ആവശ്യമില്ലല്ലോ. അല്ല, അങ്ങനെ ഡിസ്റെസ്പെക്ട് ആയിട്ട് വിളിക്കരുത് എന്നാണ് പറയുന്നത്. വിളിക്കേണ്ട കാര്യമില്ലല്ലോ. ചെയ്യുമ്പോഴാണ് പറയുന്നത്. അതായത് നിങ്ങളിപ്പോ ഒരു ജോലി ചെയ്യാണ്, ഒരു ജോലി ചെയ്യുന്ന സമയത്ത് ഇപ്പൊ കിച്ചൺ ടീം ഒരു ജോലി ചെയ്യാണ്, ബേസിക് ആയിട്ട് അവിടെ വരുന്നു. നമ്മൾ സാധാരണ രീതിയിൽ ഫുഡായോ എന്ന് ചോദിച്ചാൽ ഫുഡായോ, അതെന്താണ് ഫാമിലിയിൽ അതൊരു കണക്ഷൻ, അതൊരു ഫാമിലി വർക്ക് പ്ലേസ് ഫാമിലി ആണെന്നില്ല. 24 മണിക്കൂറുണ്ട് കിച്ചൺ പണി എടുക്കുന്ന ടൈമിൽ ആ ജോലി